നമസ്കാരം, ഞാൻ വിജയ് തോമസ്. കഴിഞ്ഞ 30 വർഷമായി ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് ഏവരുടെയും ഒരു ആശങ്കയാണ് യൂലിപ്പ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്. എന്താണ് യൂലിപ്പ്, എന്താണ് മ്യൂച്വൽ ഫണ്ട്? ഇത് വളരെ ആകുലത നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം പോകുന്നത്. ഇത് കൃത്യമായി കസ്റ്റമേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. എന്താണ് യൂലിപ്പ്, എന്താണ് മ്യൂച്വൽ ഫണ്ട്? യൂലിപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ ആണ്, അല്ലാതെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അല്ല. ഇത് പലർക്കും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂലിപ്പ് പ്ലാനിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്, മ്യൂച്വൽ ഫണ്ടിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. യൂലിപ്പ് പ്ലാൻ ഒരു ഇൻഷുറൻസ് ഇൻബിൽട്ടായ ഒരു പദ്ധതിയാണ്. യൂണിറ്റ് ലിങ്കിലൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് ഇൻഷുറൻസും ഒപ്പം തന്നെ ഗ്രോത്തും ഇത് രണ്ടും എക്സ്പെക്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്കുള്ളതാണ് യൂലിപ്പ്. യൂലിപ്പ് നാം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് യൂണിറ്റ് അലോട്ട് ചെയ്യുന്നു. അതിന് ഏകദേശം 10 ടൈംസ് നമ്മൾ അടയ്ക്കുന്ന ഇയർലി പ്രീമിയത്തിൻ്റെ 10 ടൈംസ് അതിന് ഇൻഷുറൻസ് കവറേജും കൊടുക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇൻഷുറൻസും വേണം, ഒപ്പം തന്നെ മറ്റു മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഗ്യാരണ്ടി പ്രൊഡക്റ്റിനേക്കാൾ ഒരല്പം കൂടുതലുള്ള ചെറിയ റിസ്ക് എടുത്തുകൊണ്ട് ലാഭം കൂടി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് യൂലിപ്പാണ്. കാരണം അതിൽ രണ്ടുമുണ്ട്, ഗ്രോത്തുമുണ്ട്, ഇൻഷുറൻസുമുണ്ട്. ഏകദേശം അടയ്ക്കുന്ന പ്രീമിയം ഒരു വർഷം 1 ലക്ഷം രൂപയാണെങ്കിൽ അവർക്ക് 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് യൂലിപ്പ് പദ്ധതിയിൽ ലഭിക്കുന്നുണ്ട്. യൂലിപ്പ് പദ്ധതി ഒറ്റത്തവണയായിട്ടും നിക്ഷേപിക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ ഇയർലി, ഹാഫ് ഇയർലി, ക്വാർട്ടർലി, മന്ത്ലി ആയിട്ടും ഇൻവെസ്റ്റ് ചെയ്യാം. യൂലിപ്പ് പദ്ധതി 10 വർഷമാണ് മിനിമം പീരീഡെങ്കിലും 5 വർഷം കഴിഞ്ഞാൽ വേണമെങ്കിൽ പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ എക്സിറ്റ് അടിച്ചു പോകാനുള്ള ഓപ്ഷൻ യൂലിപ്പ് പദ്ധതിയിലുണ്ട്. അപ്പോൾ മിനിമം ഒരു 5 വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ 5 വർഷം വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഏത് വ്യക്തികൾക്കും എടുക്കാവുന്ന ഒരു പദ്ധതിയാണ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പദ്ധതിയായ യൂലിപ്പ്. യൂലിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നാം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ യൂണിറ്റുകൾ അലോട്ട് ചെയ്ത് തന്ന് നമ്മുടെ അക്കൗണ്ടിൽ റിസർവ് ആക്കി വയ്ക്കും. നാം ക്ലോസ് ചെയ്യുന്ന സമയത്ത് എത്രയുണ്ട് നമ്മുടെ കയ്യിലെ യൂണിറ്റ്, അന്നത്തെ NAV-യുമായി ബന്ധപ്പെടുത്തി നമുക്ക് അതിൻ്റെ മെച്യൂരിറ്റി എമൗണ്ട് മേടിക്കാവുന്നതാണ്. എന്നാൽ ഇതിന്ന് തികച്ചും വ്യത്യസ്തമാണ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ ഒരു കാരണവശാലും ഇൻഷുറൻസ് കണ്ടന്റ് ഇല്ല എന്നുള്ളതാണ്. നാം ഓൺലി ഒരു ഇൻവെസ്റ്റ്മെൻ്റായിട്ട് മാത്രമേ നമുക്ക് മ്യൂച്വൽ ഫണ്ടിനെ കാണാൻ സാധിക്കുകയുള്ളൂ. യൂലിപ്പ് പോലെ ഇൻഷുറൻസിൻ്റെ അടയ്ക്കുന്ന അമൗണ്ടിൻ്റെ 10 മടങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള ഫീച്ചേഴ്സോ അതിലില്ല. അതിൽ ഓൺലി നമ്മളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മാത്രമാണ്. മറ്റൊരു പ്രത്യേകത, അതിൽ എത്ര ചെറിയ എമൗണ്ട് പോലും അടയ്ക്കാനുള്ള അവസരമുണ്ട്, മന്ത്ലി 500 രൂപ പോലും. പക്ഷേ യൂലിപ്പ് പദ്ധതിയിൽ അങ്ങനെയില്ല. മിനിമം അടയ്ക്കാൻ ചില എമൗണ്ടുകൾ 4000 രൂപ, 5000 രൂപ, 2500 രൂപ മിനിമം ഉണ്ടായാൽ മാത്രമാണ് യൂലിപ്പ് പദ്ധതിയിൽ ചേരാൻ സാധിക്കുള്ളൂ. ഈ മ്യൂച്വൽ ഫണ്ടിൽ മന്ത്ലി 500 രൂപ വെച്ച് ചേരാം. മറ്റൊരു പ്രത്യേകത, മ്യൂച്വൽ ഫണ്ട് എപ്പോൾ ആൾക്ക് എക്സിറ്റ് അടിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എക്സിറ്റ് അടിച്ചു പോകാനുള്ള അവസരമുണ്ട്. 5 വർഷം വെയിറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അദ്ദേഹം ചേർന്നു, 1 വർഷം കഴിഞ്ഞു, അദ്ദേഹം നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിർത്തി അദ്ദേഹത്തിന് പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. 2 വർഷം കഴിഞ്ഞോ, 3 വർഷം കഴിഞ്ഞോ, 4 വർഷം കഴിഞ്ഞോ എടുക്കാനുള്ള അവസരമുണ്ട്. ഇനി അതല്ല, അത് ലൈഫ് ലോങ് അദ്ദേഹത്തിന് 10, 30, 40 വർഷം കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷേ യൂലിപ്പിൽ നാം കൊടുക്കുന്ന വർഷം 10 വർഷത്തെയാണോ, 15 ആണോ, 20 ആണെങ്കിൽ അവിടെ ആ പ്ലാൻ അവസാനിക്കും. നാം 10 വർഷത്തേക്കാണ് പ്ലാൻ എടുത്തെങ്കിൽ 10 വർഷം നാം പ്രീമിയം അടച്ച് 10ാമത്തെ വർഷം അന്നത്തെ വാല്യൂ നോക്കിയിട്ടുള്ള എമൗണ്ട് തന്നുകൊണ്ട് നാം ആ സ്കീമിൽ നിന്ന് എക്സിറ്റ് അടിച്ച് പുറത്തു പോകുന്നതാണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെ ഒരു സമയ
ക്ലിപ്തതയില്ല. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടരാം. പിന്നെ ഈ യുലിപ്പിലുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് 4 ടൈപ്പ് ഫണ്ടുകൾ അതിലുണ്ട്. ഗ്രോത്ത്, ബാലൻസ്ഡ്, സെക്യൂർഡ് ആൻഡ് ബോണ്ട്. ഇതിന് പ്രത്യേകതയുണ്ട്. നാം ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയിൽ നിന്ന് ഗ്രോത്ത് ഓപ്ഷനാണ് എടുക്കണമെങ്കിൽ അത് മുഴുവനും മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രുമെൻറ്റിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. യുലിപ്പിന് 4 രീതിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. 1 ഗ്രോത്ത്, 2 ബാലൻസ്ഡ്, 3 സെക്യൂർഡ്, 4 ബോണ്ട്. ഈ ഗ്രോത്ത് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് 100% ഇക്വിറ്റി മാർക്കറ്റിലേക്ക് പൂൾ ചെയ്യുന്ന മണിയാണ്. ഒരു വ്യക്തി അദ്ദേഹം 100% റിസ്ക് എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഗ്രോത്ത് ഓപ്ഷൻ നല്ലതാണ്. അല്ല, അദ്ദേഹത്തിന് ഒരു 50% മാത്രമാണ് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളെങ്കിൽ ബാലൻസ് ഫണ്ടാണ് ഓപ്ഷൻ നല്ലത്. കാരണം അതിൽ 50% മാത്രമാണ് ഇക്വിറ്റിയിലേക്കും ബാക്കി 50% അത് ഡെറ്റിലേക്കും ഇൻവെസ്റ്റ് ചെയ്യും. 3ാമത്തെ ഓപ്ഷൻ സെക്യൂർഡാണ്. കുറച്ച് റിട്ടേൺ കുറഞ്ഞാലും കുഴപ്പമില്ല, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ടിനെ കുറച്ച് സെക്യൂർഡ് വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ സെക്യൂർഡ് ഓപ്ഷൻ എടുക്കും. സെക്യൂർഡ് ഓപ്ഷൻ 60-70% ഡെറ്റ് ഫണ്ടിലും 30% മാത്രമേ ഇക്വിറ്റിയിലേക്കും ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അതനുസരിച്ച് അവരുടെ റിട്ടേണിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ലാസ്റ്റ് ബോണ്ട് ഫണ്ടാണ്. എനിക്ക് ഇക്വിറ്റി മാർക്കറ്റേ താല്പര്യമില്ല, റിസ്ക് എടുക്കാനേ താല്പര്യമില്ല എന്ന് പറയുന്ന വ്യക്തികൾക്ക് ബോണ്ട് ഫണ്ടിൽ, ഡിബഞ്ചർ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് റിട്ടേൺ ലഭിക്കും. ഈ 4ന് വ്യത്യസ്തമായ NAVയും വ്യത്യസ്തമായ റിട്ടേൺ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓരോ വ്യക്തികളുടെയും റിസ്ക് കപ്പാസിറ്റി അനുസരിച്ച് അവർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ 4 ഓപ്ഷനും. ഈ യുലിപ്പ് പദ്ധതികൾ ഈ കാലഘട്ടത്തിൽ വളരെ ഗ്രോത്തായി വരാനുള്ളൊരു കാരണം മറ്റുള്ള ഫിനാൻഷ്യൽ പ്രൊഡക്റ്റിനെ അപേക്ഷിച്ച് യുലിപ്പിൽ ഒരു വ്യക്തി 1 തവണയോ 2 തവണയോ 3 തവണയോ അടച്ച് നിർത്തിയാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള യൂണിറ്റ് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. നമുക്ക് 5 വർഷം കഴിയുമ്പോൾ കയ്യിലുള്ള യൂണിറ്റ് വെച്ച് അന്നത്തെ NAV വെച്ച് നമുക്ക് ക്ലോസ് ചെയ്ത് നമുക്കിവിടെ തുകയെടുക്കാം. പക്ഷേ ചില ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ 3 വർഷമോ അടച്ചാൽ 1 രൂപ പോലും തിരിച്ച് കിട്ടുകയില്ല. അതുകൊണ്ടാണ് യുലിപ്പ് നമുക്ക് അടയ്ക്കാൻ എപ്പോഴെങ്കിലും സാധിക്കാതെ വന്നാൽ പോലും നമുക്ക് വലിയ നഷ്ടമില്ലാതെ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചെടുക്കാനുള്ള ഒരു അവസരം യുലിപ്പ് പദ്ധതിയിലുണ്ട്. എന്നാൽ ഇതിന്നൊക്കെ വ്യത്യസ്തമാണ് നമ്മളുടെ മ്യൂച്വൽ ഫണ്ട്. അതുകൊണ്ട് ഓരോ വ്യക്തികളുടെയും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എനിക്ക് ഗ്രോത്തും വേണം, ഒപ്പം തന്നെ എൻ്റെ ഫാമിലിക്ക് ഒരു പ്രൊട്ടക്ഷനും വേണം. ഇത് രണ്ടും കൂടി എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും നല്ലത് യുലിപ്പാണ്. കാരണം ഇയർലി അടയ്ക്കുന്നതിൻ്റെ 10 മടങ്ങ് അവർക്ക് ഇൻഷുറൻസ് സംരക്ഷണം ആ ഫാമിലിക്ക് കൊടുക്കുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട് ഇൻഷുറൻസ് എനിക്ക് ഒട്ടും ആവശ്യമില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് എൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ്, ലാഭം മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, റിസ്ക് ഞാൻ എടുക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്, ഞാൻ മറ്റൊന്നും പരിഗണിക്കുന്നില്ലെങ്കിൽ അവർക്ക് മ്യൂച്വൽ ഫണ്ടായിരിക്കും ഏറ്റവും നല്ലത്. ഈ മ്യൂച്വൽ ഫണ്ടിനെയും യുലിപ്പിനെയും കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കകളോ സംശയമുണ്ടെങ്കിൽ കോൺടാക്ട് മീ. മൈ നെയിം ഈസ് വിജയ് തോമസ്, ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ്. താങ്ക് യു.